നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നിങ്ങൾക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടുപേരും അൺഫിറ്റാകും. മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് LDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒരു സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. പ്രധാനമായ ഒരു കാരണം ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മനഃശാസ്ത്ര കൂട്ടായ്മ തോന്നില്ലേ. സതീഷിനെ കുറിച്ച് ആദ്യം പറയും. ഇപ്പോൾ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടി LDF പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ഒളിഞ്ഞോ തെളിഞ്ഞോ ശ്രമിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ പൊതുജനം എതിര് നിൽക്കുന്നത്. അത് ഏതാണ്ട് ഒരു പരിധിവരെ മുഖ്യമന്ത്രി പിന്നോട്ട് പോയെങ്കിലും CPI വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ചെറിയ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ സംഘവിരോധമാണ് കേരളത്തിൽ, മറ്റു സ്റ്റേറ്റില്ല. അങ്ങനെ സംഘവിരോധം ഇപ്പോഴും നിലനിൽക്കുന്ന കേരളത്തിൽ. കാരണം BJP എത്ര കിടഞ്ഞ് ശ്രമിച്ചിട്ടും എന്തെല്ലാം തന്ത്രിച്ചിട്ടും ഒരു 18% വോട്ടാണ് ഇതുവരെ അവർക്ക് നേടാൻ കഴിഞ്ഞത്. ബാക്കി 82% പുറത്ത് കിടക്കണം. അതിൽ ഒരു 60-70% വോട്ടും BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് 70 സപ്പോർട്ട് കിട്ടിയതിൻ്റെ പേരിലാണ്. ആ BDJS ഇപ്പോൾ UDFിൽ വരാണെങ്കിൽ അതും തീർന്നു. അപ്പോൾ വീണ്ടും പഴയതുപോലെ 6-7% വോട്ടായിട്ട് BJP കുറേ കേരളത്തിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് അനുകൂലമല്ല കേരളം എന്നാണ്. അങ്ങനെ ഇരിക്കെ ഈ മണ്ടനായ സതീശൻ അല്ലെങ്കിൽ ദുഷ്ടബുദ്ധിയായ സതീശൻ ഈ രണ്ട് കാര്യം, മുഖ്യമന്ത്രിയെയും RSSനെയും എതിർത്ത് പരസ്യമായിട്ട് രംഗത്തിറങ്ങി വന്ന LDFിലെ ഒരു MLA ആയ സ്വതന്ത്ര MLA ആയ PV അൻവർ വന്നപ്പോഴും ഈ മരമണ്ടൻ സതീശൻ ഈ പുഴയിൽ വെള്ളക്കടൽ വരുമ്പോൾ പതിപ്പിച്ച് കളയുമ്പോൾ പതിപ്പിച്ച് കളഞ്ഞില്ലേ. ഇതിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ കുഞ്ഞാക്കോ ഉൾപ്പെടെ കോൺഗ്രസിലെ മറ്റ് ബാക്കി എല്ലാ നേതാക്കൾക്കും അമിതമായ അമർഷമുണ്ട്. ആ അമർഷം പുകഞ്ഞ് ഇപ്പോൾ VD സതീശനെ പുകച്ച് പുറത്തിയടിച്ച്. മനസ്സിലായില്ലേ? ഇവിടെ VD സതീശൻ നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുന്ന BJP വിരുദ്ധ RSS വിരുദ്ധയിലാണ്. ഉള്ളൂർ ചില സപ്പോർട്ടെങ്കിലും നിങ്ങൾ പരസ്യമായിട്ട് ഒരു പക്ഷേ കേരളത്തിൽ സംഘപരിവാറിനെ കുറിച്ച് ഇത്രയും ആധികാരികം രേഖാമൂലം പരാതി വന്നതും എതിർത്ത ഒരു വ്യക്തി ഈ അടുത്ത കാലത്തും ഇല്ല. അത് അൻവർ. ഞാൻ വീണ്ടും അത് അൻവർ ചില പോരായിക്കൊണ്ട് ആ സംശയമൊന്നുമില്ല. കാരണം അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. ആ അൻവർ വന്നപ്പോഴേ പെണ്ണ് കാണാൻ പോയി ചെറുക്കൻ പറഞ്ഞ് അവിടെ ഇട്ടിരിക്കുന്ന ബ്ലൗസ് നിറം പറ്റിയില്ല, അവിടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ കല്യാണം ഒഴിവായതുപോലെ അന്ന് ബുദ്ധിയുള്ള ബ്രോക്കർമാരും കൂടെ പോയി പറഞ്ഞു, നിന്റെ കയ്യിൽ നീ എനിക്ക് ബ്ലൗസ് ഇടാതിരുത്താം നിന്റെ ഭാര്യ. അതൊരു കുഴപ്പമില്ല. ബ്ലൗസ് നിറോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സ്റ്റൈലോ ഒന്നും അടിസ്ഥാന കാരണമല്ല. എങ്കിലും ആ മണ്ടൻ സ്വീകരിച്ചില്ല, അങ്ങനെ നടത്തിയില്ല. അതുപോലെ RSSനെതിരെ പ്രവർത്തിച്ച് പരസ്യമായിട്ട് രംഗത്ത് വന്ന PV അൻവറിനെ ഈ സതീശൻ ഒറ്റ കള്ളനാണ്, ഒറ്റ ആളാണ് UDFിൽ നിന്ന് അകത്തി കളഞ്ഞത്. ഇപ്പം ഇന്നിപ്പോൾ ഒരു വാർത്ത വളഞ്ഞ വഴിയിലൂടെ UDFിൽ ചേർന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, പറയുന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സതീശൻ LDF നയിക്കാൻ അർഹനല്ല. നീ എത്രയൊക്കെ ശിൽബന്ധികൾ പൊക്കി നടത്തിയാലും കൊണ്ടു നടന്നാലും സതീശൻ അൺഫിറ്റാണ്. പിന്നെ പുള്ളിക്ക് നയമില്ല. ഒരു പ്രതിപക്ഷ നേതാവ് നാളെ മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോഴേ എന്തെല്ലാം നയം വേണം. ഒരൊറ്റ ഉദാഹരണം എടുത്താൽ മതി. നമ്മുടെ കല്യാണ സദ്യക്ക് നമ്മളൊരു 10 അല്ലെങ്കിൽ 100 കിലോ അരി വയ്ക്കുന്നു. 100 കിലോ അരിയുടെ ചോറ് നമ്മൾ ഞെക്കി നോക്കില്ല. 1-2 ചോറ് ഞെക്കി നോക്കിയിട്ട് പാകമായില്ലെന്ന് പറയും. അങ്ങനെ പാകമായിങ്ങി അത് ഇറക്കും. സിമ്പിൾ ടെസ്റ്റാണ്. അതുപോലെ കോട്ടയത്ത് KPCC പ്രസിഡന്റിന് മുമ്പിൽ ഇരുന്ന മേക്ക് സെറ്റ് സതീശനും പിന്നെ KPCC പ്രസിഡന്റും അങ്ങനെ അവർ രണ്ടുപേരും ഒരു 10 സഭയിൽ പോകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു, ഈ മാറുവാടികളൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഒരുമിച്ച് പോവില്ല.
വൈഫും മക്കളും പോന്നാൽ വേറെ മക്കളും വേറെ വിമാനത്തും. കാരണം രണ്ടും അപകടപ്പെട്ട എല്ലാം പോവില്ലേ. ഉദാഹരണം റാണി ചന്ദ്ര ആലപ്പുഴക്കാരി. ആ റാണി ചന്ദ്രനായിട്ട് 9 കുടുംബക്കാരായിട്ട് 14 കുടുംബക്കാർ ഒരുമിച്ച് ഗൾഫിൽ പോയി തിരിച്ചൊന്ന് ബോംബെയിൽ വരുന്ന വഴിയിൽ മദ്രാസിൽ വെച്ചാൽ വിമാനത്തകത്ത് പോയില്ലേ. കുടുംബം കംപ്ലീറ്റ് പോയില്ലേ. അതുകൊണ്ട് ബുദ്ധിയുള്ള ബിസിനസ്സുകാർ ട്രെയിനിലാണെങ്കിലും തീവണ്ടിയിൽ പിന്നെ വിമാനത്തിലാണെങ്കിലും ഫാമിലി മൊത്തം ഒരു വണ്ടിയിൽ പോവില്ല. അത് വലിയ ലോജിക്കാണ്, വലിയ ഇതാണ്. അങ്ങനെ വരുമ്പോൾ സതീശൻ തീരുമാനമെടുത്തോ. അപ്പം മനസ്സിലായി അദ്ദേഹം അത് ഫിറ്റല്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് നമ്മളോ പ്രതിപക്ഷ നേതാവിനേക്കാൾ അധികാരമുള്ളത് KPCC പ്രസിഡന്റാണ്. കാരണം പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പറ്റില്ല. അതിനകത്ത് KPCC പ്രസിഡന്റ് മുഖ്യം തീരുമാനിക്കാം. കാരണം ഏറ്റവും വലിയ പാർട്ടി ആളെന്നുള്ളത്. അങ്ങനെ നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് ഞാൻ പറഞ്ഞത് ഒരുമിച്ചാണ് യോഗത്തിൽ പോകില്ല, അത് വേറെ കാര്യം. അങ്ങനെ ആ മേക്ക് വലിച്ചെടുക്കാവോ? അത് അദ്ദേഹത്തിന് കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ അത് കഴിവേടാണ്. അതിനാണ് നമ്മൾ അൺഫിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അയോഗ്യത അല്ലെങ്കിൽ അയോഗ്യം എന്ന് തോന്നുന്നു. അപ്പോൾ സതീശനെ വച്ചുകൊണ്ട് ഇനിയൊരു കേരള മുന്നണി UDF മുന്നണി നയിച്ചാൽ സ്വാഹയാണ്, വിജയം സ്വാഹയാണ്. അതുപോലെ പിണറായി സഖാവിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനിയൊരു വോട്ടിന് നേരിട്ടാൽ അതും LDFനും സ്വാഹയാണ്. ചിലപ്പോൾ വിഷമം തോന്നും. സഖാവ് പിണറായി അനുകൂലികൾക്കോ അല്ലെങ്കിൽ സതീശ് അനുകൂലിക്കോ ചിലപ്പോൾ എന്നോട് വിഷമം തോന്നിയേക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് സത്യമാണ്. സത്യത്തിന് മുഖം വികൃതാണ്. ഞങ്ങൾ വേറെ യാതൊരു പക്ഷപാതമോ അല്ലെങ്കിൽ ഗ്രൂപ്പൊന്നുമില്ല. സത്യം ഞങ്ങൾ പറയും. മനസ്സിലായി? പറഞ്ഞത്തെ കാര്യങ്ങൾ ശരിയാണ്. അത് സതീശ്. ഇനി നമ്മൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആത്മാഭിമാനം നൽകാം, ആത്മാഭിമാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മൊയ്തീൻ ഷായും ഗ്രൂപ്പ് പറഞ്ഞതിന് അത് 1-2 ക്ലാരിഫിക്കേഷൻ വിശദീകരണം അല്ലെങ്കിൽ വിശദീകരണം വേണം. അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനിൽ അതിൻ്റെ ഒരു കാരണം വേണം. അതെന്താണെന്ന് അറിയുമോ? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ജനസംഖ്യ നോക്കാം. ഇന്ത്യയിൽ ആകെ ഇപ്പോൾ ഏതാണ്ട് 150 കോടി ജനസംഖ്യ. അതുകൊണ്ടപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനസംഖ്യ ഇന്ത്യയിലായിട്ടുണ്ട്. പക്ഷേ അത് വലിയ പ്രചാരത്തിൽ വന്നില്ല. അത് സെൻസസ് ഔദ്യോഗികമായി നടക്കാത്തതുകൊണ്ടാണ്. ചൈന ഇന്ന് 5-6 മാസം മുമ്പ് വരും. ഇപ്പോൾ അത് ഇന്ത്യയിൽ. അതിൽ 2 വർഗ്ഗമാണ് ഇവിടെ ഉള്ളത്. ഒരു അനാര്യൻ, ആര്യൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ കാശ്മീർ കള്ള് കിടന്ന് 10,000-3000 വർഷം മുമ്പ് കിടന്ന ആര്യന്മാർ, ബ്രാഹ്മിൻസ് ഉൾപ്പെടെ ടീം. അനാര്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൂർവികർ, ദ്രാവിഡ സംസ്കാരമുള്ളത്. അതിൽ 10% അനാര്യൻ, 90% ആര്യനും 90% അനാര്യനാണ്. ഞാൻ എൻ്റെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അനാര്യൻ എന്ന പേരിൽ. കുറേ വർഷമായി അത് ഒരുപടി കോംപ്ലിക്കേറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ പറ്റും തോന്നുന്നുള്ളത്. കാരണം വെച്ചാൽ അത്ര കോംപ്ലിക്കേറ്റഡ് വിഷയം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഇന്ത്യയിൽ ഈ 10% ആര്യനെ മാറ്റി നിർത്തിയാൽ, ബ്രാഹ്മിൻസ് മാറ്റി, ബാക്കി ദ്രാവിഡ സംസ്കാരം എന്നാണ് 6008 ജാതിയായിട്ട് തിരിച്ചിരിക്കുകയാണ്. 6008 മനസ്സിലാക്കണം. നിങ്ങൾ ശരിക്കും അല്ല, 6008 ജാതി ഉപജാതിയായിട്ടാണ് ഇന്ത്യയിലെ മതങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. അതെല്ലാം വച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒറ്റക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനി ആകെ 2%, ലെസ് ദാൻ 2%. ബുദ്ധമതമൊക്കെ വളരെ ചെറുത്. പിന്നെ ദളിതാണ് 20-22%. നേരത്തെ ഇപ്പോൾ 20% ഉണ്ടെങ്കിൽ ദളിത് തന്നെ ആയിരക്കണക്കിന് ജാതികളുണ്ട്. ഈ 6000 ജാതിയിൽ ഒരു 1000 ജാതികൾ ദളിതാണ്. അപ്പോൾ അതും ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കുള്ള ജാതി എന്നുള്ളത് മുസ്ലിമാണ്. പക്ഷേ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 99.9% നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഈ സംഭാഷണം പിന്നെ ഇതുണ്ട്, ഇത് ചെയ്യാനായിട്ട് ചിലർ മടി കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലർ കുറച്ചല്ലോ അവരോട് പറയണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇതിവിടെ ആളെ കൂട്ടിയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മൾ 10 രൂപ വാങ്ങിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. നമ്മൾ ആശയം പറയുന്നതോട് ആ വരുമ്പോൾ അതിൽ 99% വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിക്കാണ്. വല്ല സംശയമുണ്ടോ സതീശ, രമേശ് അല്ലെങ്കിൽ രാഹുലെ? ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുൽ നാളെ ഇന്ത്യ ഭരിക്കാൻ പറ്റുന്ന ആളാണ്, പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്ന ആളാണ്, ജനങ്ങൾ പലരും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോഴേ അതിനൊരു കോൺഗ്രസ് പാർട്ടി ഡ്രസ് കോഡ് ഉണ്ട്. ഇന്നും ഞാൻ കണ്ടു ആ ഒരു കുട്ടി പാൻറ്, കുട്ടി ഷർട്ട്, കുട്ടി ബനിയനിട്ട് വരുന്നത്.
കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അതിനൊരു ഡ്രസ് കോഡ് ഉണ്ടോ, അംഗീകൃതമായിട്ട് തന്നെ ഉണ്ട്. ആ ഡ്രസ് കോഡ് എന്താണ്? ആ പൈജാമി ഇതും ഒരു കറുത്ത ഓവർകോട്ടല്ല, ഈ സെമി കോട്ട്. ഇതെന്നും ഒരു കുട്ടിയുടുപ്പ് പുള്ള കളിയാണ്. ഇത്രയും അതിസങ്കീർണമായ ഇന്ത്യൻ രാഷ്ട്രത്തിൽ, അതിസങ്കീർണമായ ഇന്ത്യയിലെ മതസമുദായങ്ങളിൽ 608 ജാതിയുണ്ട്. ലോകത്ത് ഒരു രാജ്യത്തും അത്രയും ഇല്ല. ചൈനയിലേക്ക് 1-2 ജാതിയുള്ളൂ. ബ്രിട്ടൻ, ഫ്രാൻസൊക്കെ അങ്ങനെയാണ്. ആ ഇന്ത്യ മാത്രം ഇത്രയും വ്യത്യസ്തമായ ഒരു ഇതുള്ളൂ. ആ 608 ജാതി അത്ര സങ്കീർണമായ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോസ്റ്റ്, പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശാലവും അതിസങ്കീർണവുമാണ്. അത്രയും ശക്തമായൊരു പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന ഈ രാഹുൽ ഗാന്ധി, പപ്പു നില വിളിക്കുന്ന അതൊക്കെ അസുഖമുണ്ട്, ഞാൻ പങ്കു വിളിക്കില്ല. ഇന്നും ആ കുട്ടിയുടുപ്പ്, ഒരു ടീഷർട്ട്, സ്പോർട്സ് സിനിമ പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ ടീഷർട്ട്, വലിയ യോഗങ്ങൾ വരാണ്, ഒരു പാൻറ്റും. രാഹുൽ, നിങ്ങൾ ഒരു ദേശീയ നേതാവാണോ? ഇതൊക്കെ മുഖത്ത് നോക്കി രാഹുലിനോട് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരുണ്ടോ? കേജ്രിവാൾ ഒന്നും പറയില്ല. കേജ്രിവാൾ ദേശീയ രാഷ്ട്രീയ കേസ് ആര്? ഒന്നുമല്ല, വെറും പൂജ്യമാണ്. പക്ഷേ ഗാർഗെ പറയോ? ഇല്ല. കാണും പൂജിക്ക് ഓച്ചാനിക്കുന്നു. സോണിയ പ്രിയങ്ക ഗാന്ധി കണ്ടപ്പോൾ കാല് പിടിക്കുന്ന ആളെ കണ്ടു. ഏതോ ഒരു തരാണ്, ഞാനൊന്നുമില്ല. അതിൽ വന്നിരിക്കുന്നതാണ് ആ മഹാൻ രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ്. ഒരു കുട്ടി ഷർട്ടും ഒരു കുട്ടി പാൻറ്റും ഇട്ട്. താടി മാറ്റി തോന്നുന്നു, ഇപ്പൊ താടി ഇല്ലെന്ന് തോന്നുന്നു. അത് താടി ഇവിടെ ഉണ്ട് തോന്നുന്നു. നിരാശ കാമൂനല്ല വേണ്ടത്. ഇവിടെ അമിത്ഷായോടും മോഡിയോടൊക്കെ ഫേസ് ടു ഫേസ് നിന്ന് നിവർന്ന് നിന്ന് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് ആരെടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയാനുള്ള കപ്പാസിറ്റി വേണം, ഫിസിക്കലി ആൻഡ് ടെക്നിക്കലി. അതുണ്ടോ? ഒരു കുട്ടി പാൻറ്റ് കുട്ടി ഷർട്ടും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ രാഹുൽ, നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ദേശീയ നേതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി ആയത് ഇപ്പോഴെങ്കിലും. ഇപ്പോൾ BJP സ്ഥാനം കൈയിരിക്കുകയാണ്. അത് മുഴുവൻ ശരിയൊന്നുമില്ല. അങ്ങനെയുള്ള പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ്, അതിലേക്ക് നാളെ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്ന ആള്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു ഡ്രസ് കോഡ് അത് വേണം. നിങ്ങളുടെ അപ്പൂപ്പൻ, നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ ഡാഡി ഇതെല്ലാം ചെയ്തിട്ടില്ലേ? രാജീവ് ഗാന്ധി എന്തായാലും എത്ര ക്ലിയർ ആയത്. അതായത് പ്രേം നസീറിനെ സ്വപ്നം കാണാത്ത ഒരു സ്ത്രീ കേരളത്തില്ല എന്ന് പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഫാദറിനെ രാജീവ് ഗാന്ധി സ്വപ്നം കാണാത്ത ഒരു പെണ്ണും ഇന്ത്യ ഇല്ലെന്നാണ്. ഞാൻ അവർ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. അത്ര സുന്ദരനും മര്യാദക്കാരനും വെൽ ഡ്രസ്ഡ് ജെന്റിൽമാനായിരുന്നു രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധി അച്ഛനുണ്ട്, ഫിറോസ് ഗാന്ധി. അദ്ദേഹം വെൽ ഡ്രസ്ഡ് ജെന്റിൽമാൻ തന്നെയായത്. യൂണിഫോം ഉണ്ടായത്, ആ ഒരു കോഡ് ഉണ്ടായത്. രാഹുൽ അതില്ല. ഇപ്പൊ താടി വെച്ച് നിരാശ കാമമായിട്ട് നടക്കാണ്. ആര് പറഞ്ഞിടോ നിരാശ കാമമായിട്ട് നടന്നാലും രാജ്യം ഭരിക്കാന്നൊക്കെ? നിങ്ങളിപ്പോൾ പേഴ്സണാലിറ്റി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും തികച്ചും വ്യത്യസ്തമായ ആ പേഴ്സണാലിറ്റി ഡ്രസ് കോഡൊക്കെ വേണം. പ്രതിപക്ഷ നേതാവ് വേണം. അതുണ്ടോ? അതില്ല. ആ നിങ്ങളാളെ ഈ ഇത്രയും ശക്തമായി എന്താണ് കുതന്ത്രമുള്ള മോഡിജിയും പിന്നെ അമിത്ഷായൊക്കെ താഴെ ഇറക്കി ഭരണം പിടിക്കാൻ പോകുന്നത്? നെവർ. ഇപ്പം ബീഹാർ ഈസിയായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. കിട്ടു തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ കണ്ടറിയണം. കാരണം ഇപ്പോൾ ഒരു അൺഫിറ്റായിപ്പോയി. ഇപ്പം ഈ സതീഷിനെ കുറിച്ച് പറഞ്ഞാൽ അൺഫിറ്റായിപ്പോയി. അദ്ദേഹം ദേശീയ നേതാവായിട്ടില്ല. രാഹുലിന് ആകാനും പറ്റില്ല. അതേക്കുറിച്ചൊരു ഗ്രാഹ്യമൊന്നുമില്ല, ഒരു ഗ്രാഹ്യമില്ല. ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് ആരോ എഴുതി കൊടുക്കും, വായിക്കുന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു പത്രസമ്മേളനം നടത്താൻ നടത്തണം. അതല്ല, അതൊക്കെ ആരോ എഴുതി കൊടുക്കുന്നല്ലേ, അത് കാണാതെ പഠിച്ചല്ലേ. അറിയണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം പഠിക്കണം, ഇന്ത്യയിലെ സാമുദായിക അവസ്ഥ പഠിക്കണം, ഇന്ത്യയിൽ ജാതിയെക്കുറിച്ച് പഠിക്കണം. അത് അറിയണമെങ്കിൽ അംബേദ്കറിസം എന്താണെന്നറിയണം. ബൈ അംബേദ്കറിസം അതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പോരായ്മ എന്താണ്? മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അവർ അംബേദ്കറിസം അറിയില്ല. ഞാൻ അംബേദ്കർ ബോധ്യപ്പല്ല. അംബേദ്കറിസം എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ ആത്മീയ, ഭൗതിക, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മാനശാസ്ത്രപരമായിട്ടുള്ള എല്ലാം ചേർത്ത് പറയുന്ന ഒരു ഇസമാണ് അംബേദ്കറിസം. അദ്ദേഹം അത്ര കണ്ട് ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണാന്ന് വിചാരിച്ചിട്ട് മഹാത്മാഗാന്ധി വളരെ സ്നേഹത്തിൽ ഇടപെടുക. അവസരം ദളിത് അങ്ങോട്ട് പിന്നെ മഹാത്മാഗാന്ധി മുന്നോട്ട് പോയി. അപ്പം മഹാത്മാഗാന്ധിയുടെ സ്വഭാവം മനസ്സിലായി. പുള്ളി ഇവിടെ ദൈവമെന്ന് കൊണ്ടു നടക്കണം. നമ്മൾ ദൈവം വേണ്ട, ബഹുമാനിക്കുന്നു. കാരണം പുള്ളി യാത്ര പോകുമ്പോൾ ഒരു ആടിനെ കൊണ്ടു നടക്കും. ആ ആട്ടിൻ പാല് അവിടെ കെടുത്തി അത് കൺമുമ്പിൽ വെച്ച് കറന്നെടുത്ത് പാല് പുള്ളി കുടിക്കുള്ളൂ. അതൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വിശ്വാസമുള്ളതൊക്കെ. അതുപോട്ടെ.
അപ്പം അങ്ങനെ ഇവർ രാഹുൽ ഗാന്ധിയുടെ അതാ ഞാൻ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞത്, ഈ 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ 99.9% വോട്ടും കോൺഗ്രസ് നയിക്കുന്ന പാർട്ടിക്കും കൊടുത്തിട്ട് ഇടോ എന്ത് സ്വീകരണം, എന്ത് അവകാശം അല്ലെങ്കിൽ അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആനഡിയെ കൊണ്ട് നിർത്തിയല്ലോ അവിടെ. ആനയുടെ ജനസംഖ്യ എത്രയുണ്ട്? 2%. അന്ന് 2% പോലും ഇല്ല, ഇപ്പം അത് കുറഞ്ഞ്. കേജ്രിവാളിൻ്റെ ദേശീയ ജനസംഖ്യ എടുത്താൽ എത്രയുണ്ട്? 0.03 ആണ്. അത് 100ൽ ഒരു പോയിന്റിന് 100ൽ 3 1%-ല്ല, 1%-ന് 100ൽ 3. 0.03 ആണ് ദേശീയ ലെവലിൽ നായർ വിഭാഗത്തിൻ്റെ ജനസംഖ്യയുടെ ക്വാണ്ടിറ്റി. ആ ആളെ കൊണ്ടാണ് ദേശീയ ലെവലിൽ കൊണ്ടത് 2ാമത് സ്ഥാനമായിട്ട് വെച്ചില്ലേ. ആയിട്ട് ഇന്ത്യ ഭരിക്കാൻ പറ്റിയോടോ രാഹുലേ? ഇവിടെ സഭ ഉദ്ദേശിക്കും, അതിന് NS സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സഭയും NSS ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്, ഗിവ് ആൻഡ് ടേക്ക്. അത് വെച്ച് നിർമ്മിക്കും. ആന്റണി മാറിയപ്പോൾ കേസ് വേണോട്ടെ. അതിൽ ഒരു കാര്യം പറയട്ടോ, ഈ സതീഷേക്കാൾ കുറച്ചുകൂടി മാന്യത എന്നും സതീഷ് കുറവൊന്നുമില്ല, പക്ഷേ നയമുള്ള ആളാണ് കേസ് വേണോൽ, അത് കുറിച്ച് പറയണം. അപ്പം അതുകൊണ്ട് എന്നിട്ട് ഈ കോൺഗ്രസ് ഈ പറഞ്ഞ ഈ കത്തോലിക്ക കോൺഗ്രസ് പറയുകയാണെങ്കിൽ, കത്തോലിക്ക കോൺഗ്രസ് എന്ത് ചെയ്തു മുസ്ലിം സമുദായം? ഒരിക്കലും മുസ്ലിം സമുദായം സഹായിച്ചിട്ടില്ല. ഇപ്പം ബീഹാർ ഇലക്ഷനിൽ ഒരു ബീഹാറിലെ അബ്ദുൽ ഗഫൂറുടെ മുഖ്യമന്ത്രി ഉണ്ടായുടെ പിന്നെ രാഹുലെ, നിങ്ങൾ ചരിത്രം പഠിക്കുക, ഹിസ്റ്ററി പഠിക്കുക, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കുക, രാഷ്ട്രീയ ചരിത്രം. ഇപ്പം നാലുണ്ട്. നമ്മൾ 5-6% ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് ഈ ലാലും പിന്നെ സതീഷ് പിന്നെ രാഹുൽ കൂടി കൊടുത്തു, രാഹുലും ലാലും കൂടി കൊടുത്തു. എടോ 20% അവിടെ മുസ്ലിം സമുദായം, അതിൽ 99% പിന്നെ ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ ലാലുവിനാണ്. എന്നിട്ട് ഈ കള്ളനായ ലാലും ഈ പിന്നീട് രാഹുലും കൂടി തുടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ സഖാക്കളും പറയുന്നുണ്ട്, മറ്റും പറയുന്നുണ്ട്. എടോ നിങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിൽ കർണാടകയിൽ RSSനെ നിരോധിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് പ്രവർത്തിക്കാൻ നമ്മൾ നിയമം ഉണ്ടാക്കി. അത് ഈ ഗാർഗേത പറഞ്ഞ ആ മഹാമണ്ഡനെ പറയുമ്പോൾ ഗാർഗയുടെ മകനാണ് പ്രിയങ്ക ഗാർഗെ. ബുദ്ധിയില്ലാത്ത അവസ്ഥയല്ലേ ഇതിപ്പോൾ? അങ്ങനെ ഇപ്പോൾ കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ മുസ്ലിം നമസ്കരിക്കുന്ന അനുവാദം കൊണ്ട് നിയമം ഉണ്ടാക്കാൻ പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന RSS ആണ്. അവരും പറയുന്നു, ഏതാണ്ട് ഇന്ത്യയിൽ പലരും അത് അംഗീകരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണെന്ന് അവരും പറയുന്നു, ഏതാണ്ട് അംഗീകരിക്കണം. അങ്ങനെയുള്ള പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ ആ പാർട്ടിയെ നിരോധിക്കാൻ എന്താ പറയുക? കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷിയുണ്ട്, ആ കക്ഷിയുടെ സാംസ്കാരിക പാർട്ടിയാണ് RSS എന്ന് പറഞ്ഞത്. അതിനെ നിരോധിക്കാനും നിയന്ത്രിക്കാനും കർണാടകയിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രമിച്ചു എന്ന് പറയുമ്പോഴേ മണ്ടത്തല്ല, അത് ബുദ്ധിയാണോ? ഇപ്പം അത് ചെയ്തിരിക്കുകയാണ്. അവർ ബുദ്ധിയില്ല. ഈ ഈ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക 90% ആൾക്കാർക്കും പിന്നെ ബുദ്ധിയില്ല. ഞാൻ മാറിയപ്പോഴല്ല, അല്ലെങ്കിൽ ഇപ്പം RSS നിരോധിക്കല്ല വേണ്ടത്. അതിപ്പോൾ വേണം അവർക്ക്. അവരവിടെ ക്ഷീണിച്ച് നിൽക്കാറുണ്ട് കർണാടകയിൽ. ആ ഒരു നിരോധനം ഭാഗ്യമായിട്ട് വന്നതിന് പേരിൽ അവർക്കൊരു ജീവൻ കിട്ടി. അത് ഒന്നുമില്ലാതെ പിന്തിരിച്ച് പോയി രാഹുൽ ഗാന്ധിക്ക് 5000 കോടി കൊടുത്ത് ഈ പദയാത്ര നടത്തിയതിന് കൊടുത്താൽ പണം കൊടുത്ത ആരാന്നൊക്കെ അറിയണം. അപ്പോൾ ജീവൻ കിട്ടും. അതുപോലെയാണ്. അതായത് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക്, BJPയുടെ വളർച്ചയ്ക്ക്, RSSന്റെ വളർച്ചയ്ക്ക് ഇവിടുത്തെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ തന്നെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ ഗാർഗയുടെ ദളിതുമാണ്. അവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പുറത്ത്, അല്ലെങ്കിൽ മഹാനായ ജയപ്രകാശ് നാരായൺ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയിൽ വർഗീയ സംഘടന അല്ലെങ്കിൽ സംഘടന RSS ആണ്, അതുപോലെ ഏറ്റവും വലുതാണെന്ന് രണ്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. അങ്ങനെയുള്ള സംഘടന രാജ്യം ഭരിക്കുമ്പോൾ പിന്നെ എവിടെ വേറെ വർഗീയത എന്ന് പറയുന്ന അർത്ഥം? ഭൂരിപക്ഷ വർഗീയത ഇത്രയും തയ്യാറായി നിൽക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് ആരാണ് ആസാമിലെ തൊടുവില്ല കോൺഗ്രസ്സുകാർ, ഈ ഗാർഗയും കൂർക്കിയും, പിന്നെ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദിൽ തന്നെ ഒവീശ തൊടുവില്ല.
ഇവിടെ BDP തൊടൂല, ഇവിടെ STP തൊടൂല. STPക്ക് ഇനി എന്ത് പ്രസക്തി? സംഘപരിവാർ രാജ്യം ഭരിക്കുമ്പോൾ ന്യൂനപക്ഷം ഉണ്ടാക്കുന്ന പാർട്ടി എത്ര തീവ്രവാദിയാണോ വർഗീയവാദിയാണോ രാജ്യദ്രോഹിയാണ് പോട്ടെ, അത് വേറെ കാര്യം, അതാരും പറയുന്നില്ല. തീവ്രവാദിയാണ് വലിയ പ്രസക്തി ഉണ്ടോ? അത് അവർ മാറ്റിയെടുത്തെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതുകൊണ്ടാണ് പറയുന്നത്, അന്ന് ജയപ്രകാശ് നാരായൺജി ചെയ്തതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി കോൺഗ്രസ് പോയിട്ട് ബാക്കി എല്ലാവരും ചേർത്ത്. അറിയാമല്ലോ, അന്ന് മുഖ്യമന്ത്രി VP സിംഗ് മുഖ്യമന്ത്രി, ഒരു സ്ഥലത്ത് VP സിംഗ്, ഒരു സ്ഥലത്ത് അദാനി, ഒരു സ്ഥലത്ത് EMS. പണ്ട് EMS ലോക നേതാവായിരുന്നല്ലോ, ഞാൻ സമ്മതിക്കാം. പക്ഷെ അവസാനം ഈ RSSന്റെ കൂടെ അടുത്ത് കയറിയപ്പോഴല്ലോ പദ്ധതി ഒരു VP സിംഗ് പ്രധാനമന്ത്രി VP സിംഗിന്റെ കൂടെ EMS ഉണ്ടായിരുന്നായി, ന്യൂസ് കൂടെ ഉണ്ടായിരുന്നായി. അതിനുമുമ്പ് EMS ഡൽഹിയിൽ നിന്ന് വേണമെങ്കിൽ EMS ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇവരുടെ കൂടെ അപ്പോൾ കൂടെ വന്നു. അതൊരിക്കൽ പറഞ്ഞ് ഞാൻ എന്നെ സംബന്ധിച്ച് ദൈവാരം കൊണ്ട് എവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നെ അറിയുന്ന ഒരു ചെറിയ അംഗീകാരമൊക്കെ ഉണ്ട്. ഒരു ഞാൻ TH മുസ്താടെ കൂടെ വഴി കാണിക്കാൻ പോയി. അവിടുത്തെ എന്നെ ആരും ശ്രദ്ധിക്കണില്ല. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇത്രേ ഉള്ളത്. അതുപോലെയാണ് പണ്ട് EMS വരുമ്പോൾ EMS വന്നു എന്ന് പത്രക്കാർ വന്നു. ഇതിനാണ് പ്രധാനമന്ത്രി VP സിംഗിന്റെ കൂടെ EMS ഉണ്ടായിരുന്നു, അദ്വാനി ഉണ്ടായിരുന്നു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ RSS ഇവിടെ ഭരിക്കുമ്പോൾ പിന്നെ ന്യൂനപക്ഷ തീവ്രവാദത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? അതിൻ്റെ പേര് അവർ മാറ്റിയെടുത്ത വല്ല കാര്യമുണ്ട്? ഒരു മനഃശാസ്ത്രമാണ്, അത് ഫിലോസഫിയാണ്, ശാസ്ത്രീയമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഫിലോസഫിസ്റ്റായ സയൻറ്റിസ്റ്റുകളായ പിന്നെ മനഃശാസ്ത്രന്മാരായ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം. എന്താണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമായ RSS രാജ്യം ഭരിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ വർഗീയ പാർട്ടി മാറ്റിയത് വല്ല അർത്ഥമുണ്ടോ? ഇത് എന്നാടോ നിങ്ങൾക്ക് ഈ മനസ്സിലാക്കുക? ഈ കുഞ്ഞാക്കായ ഉൾപ്പെടെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ, അല്ലെങ്കിൽ അന്ന് ലാല ഉൾപ്പെടെയുള്ള ഈ മണ്ടന്മാർക്ക് ഇത് ഏത് കാലത്താണ് മനസ്സിലാക്കുക? നമുക്ക് ബീഹാർ ഇലക്ഷൻ അന്ന് ഉവൈസിയുടെ പ്രസ്താവന നിന്നു, ഞങ്ങളുടെ സ്ഥാനത്തിലെടുത്ത് ബഹുജൻ സമാജ് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. അത് തന്നെയുമല്ല, ബഹുജൻ സമാജ് പാർട്ടി നിങ്ങൾ വോട്ടിടുമെന്ന് പറയുകയാണ്. ആ മോളിപ്പോൾ മായാവതി മോളെ ഉണ്ടല്ലോ, എനിക്ക് അങ്ങേറ്റ് ഞാൻ വെറുക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ. അത് എൻ്റെ നേതാവായിരുന്നു നേരത്തെ, കാൻഷാവിന് കൂടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നേതാവായിരുന്നു. അത് കഴിഞ്ഞ് സംഘപരിവാറിന് അനുകൂലം നിൽക്കാൻ വേണ്ടി ഭിന്നിപ്പിച്ചപ്പോഴേ ഈ OIC ഭിന്നിപ്പിച്ചു, മായാവതി ഭിന്നിപ്പിച്ചു. അവരെല്ലാം ഭിന്നിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് വേറെ രീതിയിൽ പ്രവർത്തിച്ചു. രണ്ട് കള്ളന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ എന്താ വേണ്ടത്? മായാവതിയെ മുൻകൈ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വെക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് സോണിയാഗാന്ധി വേണം, നമുക്ക് ഒരുമിച്ച് വെക്കണം. അങ്ങനെ ഒരുമിച്ച് കുറേ കാലം വന്നു. മായാവതിയും സോണിയാഗാന്ധിയൊക്കെ ഫോട്ടോ എടുത്ത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം സവർണ മേധാവിൽ കളിച്ചു. ആരാണ്? പശ്ചിമ ബംഗാളിലെ മമത, പിന്നെ മറ്റേ ലാലുവൊക്കെ. അവർക്ക് പ്രസക്തിയും ലാലുവിൻ്റെയൊക്കെ പേരുമില്ല. മായാവതി കുറച്ചുകൂടി പേരുള്ളതാണ്. ഇപ്പോൾ ഒരു ചില അഴിമതിപ്പെട്ടെങ്കിലും അപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെ അവർ മാറ്റി നിർത്തി. എന്നിട്ട് അവർ വേറെയാക്കിയിട്ട് അവർ ഒരുമിച്ചായി. അവരിപ്പോൾ സഖ്യം 3-4 ആയില്ലേ? വോട്ട് ഭിന്നിച്ചോണേ. BJPയുടെ ഒരൊറ്റ വോട്ടുകളും ഭിന്നിച്ച് പോകടോ? ഇത് മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഭിന്നിച്ചപ്പോൾ BJPക്ക് അനുകൂലമാണെന്ന് ഏത് കുഞ്ഞറിയാത്തത്? അതിന് ബീഹാറിലും വോട്ട് ഭിന്നിപ്പിച്ചു പോലെ. BJPയുടെ ഒരു വോട്ട് പോലും ഭിന്നിക്കില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകൾ 2-3-4 ആയി. അതിനവർ UP കളിച്ചു, എല്ലാ സ്ഥലത്തും കളിച്ചു തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ ഈ മണ്ടന്മാരെ കോൺഗ്രസ് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കും. പണ്ടുണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു, ബ്രാഹ്മിൻ കോൺഗ്രസ് ആയിരുന്നു. നെഹ്റു, ഇന്ദിരാഗാന്ധി അവർ ഭരിച്ചില്ലേ രാജ്യം. ഈ കത്തോലിക്ക കോൺഗ്രസ് സോണിയ വന്നതിന് ശേഷം പിന്നെ ഭരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ 2 ടൈം അവർ ഭരിച്ചില്ലായിരുന്നു. അതെങ്ങനെ ഭരിച്ചത്? അതിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇത്രയും ഒരു ശാന്തനും ബുദ്ധിജീവിയും ദേശസ്നേഹമുള്ള ആൾ വേറെയില്ല. ഇപ്പം ശാസ്ത്രീയമൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിയില്ല. മൻമോഹൻ സിംഗ് അത്ര പ്രത്യേക സാമ്പത്തിക ശാസ്ത്രം ഒന്നും അറിയുന്നതല്ല, അത്രയൊന്നുമില്ല. അതുകൊണ്ട് കൂടിയാണ്. എന്നിട്ട് അത് തകർത്ത് കളഞ്ഞില്ലേ? അത് കൂട്ടുന്ന ആരൊക്കെയാണ്? അപ്പം അതുകൊണ്ട് ഞാൻ ഈ സഖാവിനോടും സതീഷിനോടും പറയാണ്, അടുത്ത അസംബ്ലി അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ സഖാവിനെ മുന്നിൽ നിർത്തി കളിച്ചാൽ അട്ടർലി ഫെയിലിയാവും LDF. ഒരു സതീഷിനെ മുന്നിൽ നിർത്തി കളിച്ചാലും അട്ടർലി ഫെയിലിയാവും. അപ്പോൾ സതീഷിന് മാറി നിൽക്കണം, പിന്നെ മുഖ്യമന്ത്രി മാറി നിൽക്കണം. രാജ്യസ്നേഹവും പാർട്ടി സ്നേഹവും ഉണ്ടെങ്കിൽ ഇവർ ചെയ്യണം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ജില്ലാ പ്രസിഡന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സതീശൻ പല യോഗങ്ങളിൽ പങ്കെടുത്തില്ലാന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരാടെ പോയി?
രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹം വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സോപ്പിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോപ്പിട്ട് അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല അവിടെ CPIയുടെ സീറ്റാണല്ലോ. അപ്പം പിന്നെ പറവൂരിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇത്തവണ തന്നെ ജയിക്കാൻ സാധ്യമില്ലെന്ന് കേൾക്കുന്നുണ്ട്. പറവൂർ സതീശൻ എന്തോ ചില കാലുമാറ്റമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് സതീശനെ ഫിറ്റല്ല. പ്രതിപക്ഷ നേതാവായിരിക്കും, പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് നയിച്ചുകൊണ്ട് അടുത്ത ഭരണം പിടിക്കാൻ നോക്കി നടക്കില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്താൻ നമുക്ക് പോരായി. നന്ദി. ജയ് ഹിന്ദ്.